ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു പഞ്ചിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഒരുപാട് പേര് നല്ല റെസ്പോൺസ്, കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അത്യാവശ്യം നല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റിപ്ലൈ തന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നേരിട്ട സർവീസ് അനുഭവങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ വേണ്ടിയാണ്. ഇതിനു മുന്നേ എനിക്ക് ആദ്യം ഒരു ടാറ്റ ഇൻഡിക്ക ഉണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ടി അതായിരുന്നു ടാറ്റ ഇൻഡിക്ക. അതിന് മുന്നേ ആദ്യം ഞാൻ എടുത്ത വണ്ടി ഒരു മാരുതി 800 ആയിരുന്നു, ടാറ്റ ഇൻഡിക്ക. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം. അതിന് മുന്നേ ഞാനിപ്പം കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടൊരു 3 വർഷം ഉപയോഗിച്ചത് ടാറ്റ ടിയാഗോ ആയിരുന്നു. ഇപ്പോൾ ടിയാഗോയിൽ നിന്നും ഈ വണ്ടിയിലേക്ക് വരാൻ കാരണം കുറച്ചും കൂടെ ഒരു ഹൈറ്റ് ഉള്ള വണ്ടി, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ്. അതായത് ടിയാഗോ ഒരു മോശം വണ്ടി ആയതുകൊണ്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം ഞാനിവിടെ സർവീസ് കൊടുക്കുന്നത് നിലമ്പൂർ KVR ടാറ്റ KVR സർവീസ് സെൻറ്ററിലാണ് ഞാൻ സർവീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സർവീസിന് കൊടുക്കുമ്പോൾ ടാറ്റ വണ്ടി അല്ലെങ്കിൽ ഏതൊരു ബ്രാൻഡാണെങ്കിലും സർവീസിന് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻസ്, നമുക്കൊരു റിലേഷൻ വേണമല്ലോ. അപ്പോൾ ആ റിലേഷനാണ് നമ്മളെ പിന്നെ നമുക്ക് സർവീസിന് വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളെ കൂടുതൽ ആ ഒരു ബ്രാൻഡുമായിട്ട് അടുപ്പിക്കുന്ന ആ ഒരു റിലേഷനാണ്. റിലേഷൻ മാത്രം പോരാ, നല്ല മികച്ച സർവീസുമാണ്. അപ്പോൾ ടാറ്റയുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ സർവീസിനെ പറ്റി കുറ്റങ്ങളാണ് പറയുന്നത്. ഒരു 90% പേരും, ഒരു 10% പേര് നല്ല സർവീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതറിയാൻ വേണ്ടി ഞാൻ പുതിയ വണ്ടിയാണ് ടിയാഗോ എടുത്തത്. മെയിനായിട്ട് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വണ്ടി പുതിയത് എടുക്കുമ്പോൾ വേറൊരാൾക്ക് കൈമാറി അധികം വണ്ടി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളും കൂടെ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബ്രദറിനോ പാരൻസിനോ കൊടുക്കുന്ന പോലെയല്ല. അവർക്ക് ചിലപ്പോൾ നന്നായി വണ്ടി നോക്കുന്നുണ്ടാകാം, എങ്കിലും അവർക്കാണെങ്കിലും ഒരുപാട് നേരം അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ കൊടുക്കരുത്. അപ്പം നിങ്ങളുടെ വാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉള്ളതായിരിക്കണം. അതായത് 90% അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം വാഹനം ഉപയോഗിക്കാൻ. നിങ്ങൾ പുതിയതായിട്ടൊരു വണ്ടി എടുത്തിരിക്കുകയാണ്, അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും, ടാറ്റ മാത്രമല്ല ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെയാണ്. നിങ്ങൾ എടുത്ത വാഹനം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പിന്നെ വണ്ടി എടുത്തിരിക്കുന്നത്, അല്ലേ? ആ രീതിയിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ടിയാഗോ എടുത്തപ്പോൾ എനിക്ക് ഒരു 3 കൊല്ലം ഉപയോഗിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്പനി ബാറ്ററി ഒരു ദിവസം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ കമ്പനി ബാറ്ററി മാറ്റി വേറൊരു 6500 രൂപയുടെ എക്സൈഡിൻ്റെ ബാറ്ററി അവർ ഇട്ടു. നല്ല ബാറ്ററിയാണ്, ഒരു ചുമന്ന ബാറ്ററി. അതൊരു കമ്പനി ബാറ്ററി, ഒരു വെള്ള ബാറ്ററി വരുന്നത്. മറ്റേ പിന്നീട് വരുന്ന ബാറ്ററി ഒരു ചുമന്ന ബാറ്ററി ആയിരുന്നു, എക്സൈഡിൻ്റെ 6500 രൂപയുടെ ബാറ്ററി. അത് മാറ്റിയിട്ടപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ 3 വർഷം കൊണ്ട് ആകെ 16,000 കിലോമീറ്ററാണ് ഓടിച്ചത്. എനിക്ക് ഒരു വർഷം 5,000-6,000 കിലോമീറ്റർ എനിക്ക് ഓട്ടം വരുന്നുള്ളൂ. കാരണം ഞാൻ ഈ സിറ്റിയിലൂടെ കടന്ന് ഓടുന്നു. പിന്നെ ഒരു മാസത്തിൽ ഒരു ലോങ് ട്രിപ്പ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു 150-200 കിലോമീറ്റർ ലോങ് ട്രിപ്പ്. അതാണ് എൻ്റെ ഒരു ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ ഫാമിലി ആയിട്ടുള്ള ചെറിയ ഓട്ടങ്ങളും പിന്നെ ദൂരേക്കുള്ള പോകുമ്പോൾ ഞാൻ ട്രെയിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സർവീസിലേക്ക് വരാം. സർവീസിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരാളുമായിട്ടുള്ള ആ ബന്ധം കീപ്പ് ചെയ്യുക. അത് വാട്സപ്പിലൂടെ അവരുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. നല്ല ഇവിടെ ബ്ലോക്കാണ്, നിലമ്പൂർ ടൗണാണ്, എപ്പോഴും ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ ടിയാഗോ എടുത്തു കഴിഞ്ഞിട്ട് ഈ ബാറ്ററിയുടെ ഒരു പ്രശ്നം വന്നു. പിന്നെ റസ്റ്റിൻ്റെ ഇഷ്യൂ വന്നു. അതായത് നമ്മൾ ഈ പെട്രോൾ അടിക്കുന്ന പെട്രോൾ ലിഡിൻ്റെ അവിടെ താഴെയായിട്ട് ഇതിൻ്റെ നമ്മളെ ഇങ്ങോട്ട് സൈഡാക്കിയിട്ട് സംസാരിക്കാം. പെട്രോൾ ലിഡിൻ്റെ അവിടെയായിട്ട് എനിക്കെന്ത് വന്നു, പിന്നെ റെസ്റ്റ് വന്നു. അപ്പോൾ റെസ്റ്റിൻ്റെ ഇഷ്യൂ അപ്പോഴത്തേക്കും വാറണ്ടിയിൽ അവർ മാറ്റി തന്നു. എനിക്ക് ഒട്ടും ഒരു പൈസയും ചിലവായില്ല. വാറണ്ടിയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പൈസയും ചിലവാകാതെ റെസ്റ്റിൻ്റെ ഇഷ്യൂ പരിഹരിച്ചു. അങ്ങനെ 3 വർഷം കൊണ്ട് എനിക്ക് ആകെ ബാറ്ററി ചേഞ്ച് ചെയ്തു. പിന്നെ ഈ റെസ്റ്റിൻ്റെ ഇഷ്യൂ ഇത്രേ 16,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഞാൻ ആർക്കും വണ്ടി ഞാനില്ലാത്ത സമയത്ത് ആർക്കും കൊടുത്തിട്ടില്ല. ബാക്കി ഞാൻ തന്നെയാണ് ഈ 16,000 കിലോമീറ്റർ ഓടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ
അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലരും ഇത് പറയാത്തൊരു കാര്യമാണ്. വണ്ടി കൈമാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഈ ടിയാഗോയുടെയാണ്. ടിയാഗോ നല്ല മികച്ചൊരു വണ്ടിയാണ്. ഈ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്, പിന്നെ അതുപോലെ പ്രായമുള്ളവർക്ക്, നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കയറി ഇറങ്ങാനും ഒക്കെ ഒരു നല്ല വാഹനം വേണ്ടി വന്നു. നല്ല വാഹനം ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. വാഗണാറൊക്കെ നല്ല വണ്ടിയാണ്, വാഗണാറൊക്കെ ഹൈറ്റ് ഉണ്ട്. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നമുക്ക് AMD ആയതുകൊണ്ട് ഒരു 10-12 കിലോമീറ്റർ മാത്രം നമ്മൾ സിറ്റിയിൽ പ്രതീക്ഷിച്ചാൽ മതി. നല്ല ട്രാഫിക് ഉണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പാലക്കാട് പോകാറുണ്ട്. അപ്പോൾ പാലക്കാട് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എനിക്കൊരു ആവറേജ് സിറ്റി, പിന്നെ കുറച്ച് നല്ല റോഡ് കിട്ടും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്ലസ്റ്ററിൽ ഒരു 16 വരെ കാണിക്കാറുണ്ട്. 16 എന്ന് പറഞ്ഞാൽ ഒരു 15 നോക്കിയാൽ മതി. റിയൽ ലൈഫിൽ ഒരു 15 ലോങ്ങിലാണെങ്കിൽ. ഇനി നമ്മൾ എന്താ പറയുക, ഹൈവേയിലൂടെ മാത്രം എക്കണോമി മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 17-18 ഒക്കെയാണ് റിയൽ ലൈഫിൽ AMD കിട്ടുക. മാനുവൽ തീർച്ചയായിട്ടും കൂടുതൽ മൈലേജ് കിട്ടും. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, പിന്നെ ഇത് എന്താ പറയുക, AMD നല്ല വണ്ടിയാണോ? നമുക്ക് തീർച്ചയായിട്ടും സേഫ്റ്റി നല്ലൊരു പിന്നെ എന്താ പറയുക, സ്ട്രോങ് ഫീലിംഗ് ഉണ്ട്. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോങ് ഫീലിംഗ് വണ്ടിക്ക് കിട്ടും. നല്ലൊരു സേഫ്റ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി യൂസിന് വേണ്ടി ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ, സർവീസൊക്കെ പക്കയായിട്ട് ചെയ്ത് ഫാമിലി യൂസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടിയാഗോയും അതുപോലെ പഞ്ചും നല്ല വണ്ടിയാണ്. പഞ്ച് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഏത് കട്ടറിലൂടെയും നമുക്ക് എടുത്തു പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് പഞ്ച്. അപ്പം ഇതാണ്. പിന്നെ ഒരു 7 ലക്ഷം തുടക്കത്തിൽ മാനുവൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലല്ലോ. അപ്പം ഞാൻ മേടിക്കുന്ന സമയത്ത് പഞ്ചിന് ഇതുണ്ടായിരുന്നു, അതായത് പഞ്ചിന് ഓട്ടോമാറ്റിക്കിന് 9.5 ആയിരുന്നു. ഇപ്പം ഏകദേശം 9 ലക്ഷത്തിന് ഓട്ടോമാറ്റിക്, 8.25 ഓട്ടോമാറ്റിക് കിട്ടും തോന്നുന്നു, AMD കിട്ടും. അപ്പം അതുകൊണ്ട് അതൊരു നല്ലൊരു ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ എൻ്റെ ആദ്യ വണ്ടി, അതുപോലെ ഞാൻ ഉപയോഗിച്ച വണ്ടികളുടെ റിവ്യൂസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. മാരുതിയുടെ വണ്ടികളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ വണ്ടി ഒരു മാരുതി 800 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.